പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നു. പത്തനംതിട്ട കോന്നി എലിയറക്കലിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ പരിക്കേറ്റയാൾ മരിച്ചു എന്നാണ് വാർത്ത. എലിയറക്കൽ സ്വദേശി വഹാബാണ് മരിച്ചത്. പ്രവീൺ പുരുഷോത്തമനാണ്. പ്രവീൺ പുരുഷോത്തമൻ, ബന്ധുക്കൾക്കിടയിലുള്ള തർക്കം ഒരു കൊലപാതകത്തിൽ കലാശിച്ചു അല്ലേ? എന്താ സംഭവം പ്രവീൺ? അരുൺ, ഇന്നലെ രാത്രി 11:30 കൂടിയാണ് കോന്നി എലിയറക്കലിൽ ഈ സംഭവം നടന്നത്. വഹാബും വഹാബിന്റെ സഹോദരിയുടെ മകൾ, ഒപ്പം തന്നെ ഭർത്താവ്, ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം അവിടെ നടക്കുന്നു. ആ വാക്കുതർക്കത്തിനിടെ വഹാബ് നിലത്ത് വീഴുന്നു, തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്നും പരിക്ക് ഗുരുതരമായതിനാൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോന്നി പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ കേസിലെ പ്രതി, അതായത് വഹാബിന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവ്, തിരുവനന്തപുരം സ്വദേശിയാണ് നിയാസ് എന്ന ആളെ ഇപ്പോൾ കോന്നി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഒരു സംശയം എന്നുള്ളത് ഈ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, അതാണോ മരണകാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ പ്രാഥമികമായി തലയ്ക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് വഹാബിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലാണ് കോന്നി പോലീസ് ഉള്ളത്. അതേസമയം തന്നെ ഈ നിയാസിനെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. നിയാസ് ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് തലയ്ക്കടിച്ചതാണോ എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. പക്ഷേ നിയാസ് പറയുന്നത് ബഹളത്തിനിടെ ഈ വഹാബ് നിലത്ത് വീണു, അങ്ങനെ പരിക്കേറ്റു എന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ നിയാസ് നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. തലയ്ക്ക് ഏതോ ആയുധം കൊണ്ടുള്ള പരിക്കാണ് ഏറ്റത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് ബന്ധുക്കളാകുമ്പോൾ. പക്ഷേ ഇത് ജീവനെടുക്കുന്ന തരത്തിൽ കയ്യാങ്കളിയായിട്ട് മാറുമ്പോൾ അതിലെന്തോ ഒരു പെശക് സംഭവിക്കുന്നു.